വാട്സാപ്പിൽ ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വ്യക്തികളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ ആ ഒരു മെസ്സേജ് അദ്ദേഹം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഉടനെ തന്നെ നമുക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ടാകും. അതായത് അദ്ദേഹം ബിസിയാണ്, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലാണ്, വർക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെയാണ് നമ്മൾ മെസ്സേജ് അയച്ച ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ വരുന്നത്? അത് അദ്ദേഹം ഓട്ടോ റിപ്ലൈയിൽ ഇന്ന കാര്യം എഴുതിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഇത് നമുക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതിലൂടെ നിങ്ങൾ ഞങ്ങളുടെ സൈറ്റിലേക്കാണ് എത്തിച്ചേരുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താൽ മാത്രമേ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യാം എന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ ഓട്ടോ റിപ്ലൈ ഓഫ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തും. അതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്തിട്ട് പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ഒന്നും കൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനും കൂടി ഇവിടെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് മെസ്സേജാണ് റിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത്? ദാ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നിങ്ങൾ മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എഴുതുന്നത് ഐ ആം ബിസി എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഐ ആം ബിസി എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ ഇവിടെ ടിക്ക് മാർക്ക് കാണാം. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അത്രയും നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എൻ്റെ വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് വിടുകയാണ്. നമുക്ക് റിപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഹായ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ദാ ഇവിടെ ഐ ആം ബിസി എന്നുള്ള ആ ഒരു റിപ്ലൈ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുകളിൽ ഓട്ടോ റിപ്ലൈ എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വലതുവശത്തുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ തന്നെ കുറച്ച് താഴെയായിട്ട് റിപ്ലൈ ഹോൾഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഓണിലായിരിക്കും ഇവിടെ ഉണ്ടാകുക. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് ഒന്നുകൂടി മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ റിപ്ലൈ വരുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ വീണ്ടും ഒരു ഹായ് ഇവിടെ അയക്കുകയാണ്. ഹായ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഐ ആം ബിസി എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ വന്നത് ഓട്ടോ റിപ്ലൈയുടെ കൂടെയാണ്. ഇപ്പോൾ രണ്ടാമത് ഓട്ടോ റിപ്ലൈ ഇവിടെ ഇല്ല, വെറും മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ വാട്സാപ്പിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഓട്ടോ റിപ്ലൈ മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വന്ന മെസ്സേജ് എങ്ങനെയെന്ന് നോക്കാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ചാറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, അവർ ഹായ് അയച്ചിട്ടുണ്ട്. ഓട്ടോ റിപ്ലൈ ആയിട്ട് ഐ ആം ബിസി എന്ന് പോയിട്ടുണ്ട് എന്ന് ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.